ലൈവിൽ ഇപ്പോൾ നടക്കുന്നത് നിവിൻ്റെ പ്രോഗ്രാമാണ്. മാലിന്യയുടെ തീരങ്ങൾ തഴുകി വരുമെന്ന പാട്ടാണ് നിവിൻ ഇട്ട് കൊടുത്തത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, അടിപൊളിയായിട്ട് കളിച്ച് നിവിന്. ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് നിവിൻ കളിക്കുമെന്ന്. അത്ര അടിപൊളിയായിട്ടുള്ള കളിയായിരുന്നു. ആര്യൻ കിച്ചണിൽ എന്തോ ജോലിയിലായിരുന്നു. ആര്യൻ അവിടെ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നു, നിവിൻ്റെ പാട്ടിനൊത്ത് ഡാൻസ്. രണ്ടുപേരെ ഒരേ ടൈമിൽ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതും രണ്ട് സ്ഥലത്തുള്ള ഡാൻസ്. നിവിനെ കാണിക്കുന്നത് പോലെ തന്നെ ആര്യനെയും കാണിക്കണം. നമുക്ക് ആര്യൻ്റെ ആണോ നിവിൻ്റെ ആണോ എന്നുള്ള ഡൗട്ട് വരും. അത്രയും കൂടുതൽ പെർഫോമൻസ് നിവിനൊപ്പം ആര്യനും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും നിവിൻ ഇത്ര നന്നായിട്ട് കളിക്കുമെന്ന് വിചാരിച്ചില്ല. ആ ശരീരമൊക്കെ എത്ര നന്നായിട്ടാണ് വഴങ്ങുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇതിനിടയ്ക്ക് നിവിൻ 2 തവണ വീണ്. ആ വീണതൊന്നും വകവയ്ക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ആ പാട്ടിനൊത്ത് നിവിൻ്റെ ആ ഡാൻസ് പൊളിച്ച്. ആ പാട്ട് തീർന്നതും ആര്യൻ അവിടെ അങ്ങ് വീഴുമായിരുന്നു. പിന്നെ അനീഷാണ് വന്ന് ആര്യനെ എഴുന്നേൽപ്പിച്ചത്. അതേപോലെ തന്നെ ആ സമയത്താണ് ഈ ആര്യൻ്റെ ഡാൻസ് കാണിക്കുന്നത്. ആര്യൻ എത്ര ഭംഗിയായിട്ടാണെന്ന് പറയുക ഡാൻസ് കളിക്കുന്നത്, എത്ര നല്ല സ്റ്റെപ്പുകളാണ് ആ കിച്ചണിൽ നിന്ന് വെക്കുന്നത്. ആര്യൻ ആ മായാമോഹിനിയായിട്ട് ഒരുങ്ങിയത് ശരിക്കും ആര്യൻ്റെ അമ്മയെ കണക്കാണ് എനിക്ക് തോന്നുന്നത്. അവരമ്മ ഈ ഫാമിലി ലൈഫിൽ വന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ആര്യൻ്റെ അമ്മയുടെ അതേ ചായ ആ ആര്യൻ അങ്ങനെ ഒരുങ്ങിയിട്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു ആര്യൻ്റെയും നിവിൻ്റെയും. ആ പാട്ട് നിവിന് പറ്റിയൊരു പാട്ടായിരുന്നു, അടിപൊളി പാട്ട്, നല്ല പാട്ട്. ആ പാട്ടിന് ഒത്ത ചുവടുകളാണ് ആ നിവിൻ വെച്ചത്. ഇത്ര നന്നായിട്ട് നിവിൻ ഡാൻസ് കളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നിവിൻ വീണപ്പോഴത്തേക്ക് ആ ആര്യൻ്റെ ആ നെഞ്ചത്ത് കൈവച്ചുള്ള നിപ്പ് കണ്ടോ, ശരിക്കും ഒരു പെണ്ണുങ്ങളെ കണക്കാനില്ലേ. ഇത്ര നന്നായിട്ട് പെൺവേഷം എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എപ്പോഴും ഞാൻ പറയുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.